അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ ഇന്ന് എല്ലാവരും മഖ്ബറത്തും മൈമൂന ഉമ്മയെ സിയാറ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാണ്. ഈ പരിശുദ്ധമായ മക്കയിലെത്തി ഏകദേശം നമ്മുടെ ഉംറകളൊക്കെ തീരുമ്പോൾ പിന്നീട് നമ്മളെ സ്പെഷ്യലായി കൊണ്ടുപോകുന്ന ഒരു സിയാറയാണ് മഖ്ബറത്തു മൈമൂനയിലേക്ക്. പലരും മഖ്ബറത്തു മൈമൂന മദീന പോകുന്ന വഴിയിൽ സലാം പറഞ്ഞു പോവാറാണ് പതിവ്. എന്നാൽ ഹസന ഉമ്മയുടെ എല്ലാ ബാച്ചുകളും നേരിട്ട് മഖ്ബറത്തു മൈമൂന ഉമ്മയുടെ ദർബാറിലേക്ക് സിയാറയ്ക്ക് പോവാറാണ് പതിവ്. അങ്ങനെ നമ്മൾ മൈമൂന ഉമ്മയുടെ ദർബാർ സിയാറ ചെയ്യുകയും അതിനുശേഷം ആയിഷ പള്ളിയിലേക്ക് വന്ന് അവിടുന്ന് ഇഹ്റാം ചെയ്ത് അതൊരു ഉംറയാക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. കാരണം ഹസനയുടെ എല്ലാ ബാച്ചുകളിലും 8 ഉംറകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ഉംറകൾക്കും വ്യത്യസ്തമായ സ്ഥലങ്ങൾ ആയിരിക്കട്ടെ എന്ന നിലക്കാണ് നമ്മൾ മഖ്ബറത്തു മൈമൂനയിലേക്ക് സ്പെഷ്യലായി കൊണ്ട് തന്നെ പോകുന്നതുകൊണ്ട് മറ്റൊരു ഉദ്ദേശം. ഏതായാലും നമ്മൾ മസ്ജിദ് ആയിഷയിലേക്ക് എത്തി. ആദ്യം തന്നെ ഇഹ്റാം ചെയ്യൽ കർമ്മമാണ് നടക്കുന്നത്. അങ്ങനെ മസ്ജിദ് ആയിഷയുടെ മനോഹരമായ ഒരു രംഗമാണ് കാണുന്നത്. ആയിഷ പള്ളി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും കാഴ്ച കൊണ്ടും അവിടുത്തെ ഹൈജീന് കൊണ്ടൊക്കെ വളരെയധികം സെറ്റായ രീതിയിലാണ് തയ്യാറാക്കിയുള്ളത്. വൃത്തിയെല്ലാം വളരെ ഗുഡായിരിക്കും ഉണ്ടാവുക. അതുപോലെ ബാത്റൂം സൗകര്യങ്ങളും എല്ലാം വളരെ ഉഷാറാണ്. ഇതിങ്ങനെ തന്നെ പറയാൻ കാരണം ഹുദൈബിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ വൻ ശോകമാണ് അവസ്ഥ എന്നുള്ളത് ഇവിടെ വന്നവരെല്ലാവർക്കും അറിയാൻ കഴിയും. അങ്ങനെ ആയിഷ പള്ളിയുടെ അകത്തളങ്ങാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയ മസ്ജിദ് ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഇഹ്റാം എല്ലാം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നേരെ പോവുകയാണ് മഖ്ബറത്തു മൈമൂനയിലേക്ക് പോകാൻ വേണ്ടി. ഞങ്ങൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുന്നു. കണ്ടില്ലേ, അവിടെ കറുത്ത ബോർഡ് കണ്ടോ? ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഹറമിൻ്റെ ബൗണ്ടറിയാണ് കാണുന്നത്. ഈ മസ്ജിദ് ആയിഷ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയും. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു, മസ്ജിദുൽ ആയിഷയാണ് പരിശുദ്ധമായ ഹറമിൻ്റെ ബൗണ്ടറിയായി വരുന്നത്. പരിശുദ്ധമായ ഹറം 12 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. ആ 12 കിലോമീറ്റർ ചുറ്റളവിലുള്ളതിൻ്റെ ബൗണ്ടറിയാണ് അത് മസ്ജിദ് ആയിഷ. അല്ലാഹ് അൽഹംദുലില്ലാ, വളരെ റാഹത്തായിക്കൊണ്ട് ഉച്ച കഴിഞ്ഞു, വൈകുന്നേരത്തോടടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ രൂപത്തിൽ വെയിലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ഇഹ്റാമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മസ്ജിദ് ആയിഷയിൽ നിന്ന് ശരാശരി ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട് മഖ്ബറത്തു മൈമൂനയിലേക്ക്. അപ്പോൾ പൊതുവെ മഖ്ബറത്തു മൈമൂന ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജന്നത്തുൽ മുഅല്ലയിലുമല്ല ജന്നത്തുൽ ബഖീയിലുമല്ല, 2 സ്ഥലത്തും അല്ലാത്ത ഒരേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവിന്റെ ഭാര്യമാരാവുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനൂനിൽ പെടാൻ ഭാഗ്യം ലഭിച്ചാൽ അവർക്ക് നരകം ഹറാമാണ്. നമ്മൾ സ്വർഗം കിട്ടണേ പഠിച്ചോനെ നമ്മൾ ദ്വാരക്കല്ലേ, ഇത് അവർക്ക് നരകം ഹറാമാണ് എന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത്. അത്ര വലിയ അനുഗ്രഹമുള്ള ഒന്നാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പെടാ എന്ന് പറഞ്ഞാൽ. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പെട്ട പ്രധാനപ്പെട്ട എന്നാൽ അവസാനത്തെ ഭാര്യയായിരുന്നു മഹദിയായ മൈമൂന ഉമ്മ റളിയല്ലാഹു അൻഹ. മൈമൂന ഉമ്മയായിരുന്നു ആരംഭപ്പൂവിന്റെ അവസാനത്തെ ഭാര്യ ഉണ്ടായിരുന്നത്. മൈമൂന ഉമ്മയാണെങ്കിലോ നിലവിൽ 2 ഭർത്താക്കന്മാരാൽ വിധവയാക്കപ്പെട്ടവണ്ണ എന്ന് പറഞ്ഞാൽ 2 ഭർത്താക്കന്മാരിൽ നിന്ന് ഒഴിഞ്ഞ ഒറ്റയ്ക്ക് ജീവിതമായിരുന്ന സമയത്താണ് ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കം ഫത്ഹിന്റെ സമയത്ത് അവിടെ അവര് വന്ന് ഉംറ ചെയ്യുന്നവനല്ലേ, ഹുദൈബിയയിൽ പോയില്ലേ, പിന്നീട് വന്ന് അവർ ഉംറ ചെയ്യാൻ വന്നില്ലേ. ഈ സമയത്ത് മൈമൂന ഉമ്മ റളിയല്ലാഹു അൻഹ മഹദി അവറുകളെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുറമെ നിന്നുകൊണ്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ സ്വഹാബത്തും ഇങ്ങനെ ഉംറ ചെയ്യുന്നത് വീക്ഷിച്ചു കൊടുക്കുക. നിലവിൽ അവര് ഒറ്റക്ക് ജീവിക്കുന്ന സ്ത്രീയാണല്ലോ അല്ലെ. അങ്ങനെ സ്ത്രീ എന്ന് പറയാൻ പാടില്ല, മഹദിട്ടാണ്. എപ്പോഴും നമ്മുടെ സംസാരത്തിൽ റെസ്പെക്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഈ സമയത്താണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തവാഫ് ചെയ്യുന്നതെല്ലാം കണ്ടപ്പോ മൈമൂന ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം, ഈ ഹബീബിന്റെ ഭാര്യയായി ആവാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിലും. അവരെന്തിച്ചെന്നാ, അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചാൽ ഞാനും ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെടുമല്ലോ, അപ്പൊ എനിക്കും എന്റെ ആഖിറം വിജയിക്കുമല്ലോ. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. ഇവർ ഈ ഒരു ആഗ്രഹം നേരെ പോയി അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ഭാര്യയോട് പറഞ്ഞു. അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ഭാര്യ നേരെ പോയി മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു,
അബ്ബാസ് തങ്ങൾ പാപ്പ നേരെ മുത്തിനോട് പോയി പറഞ്ഞു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു ഇങ്ങനെ മൈമൂന എന്ന് പറയുന്ന മഹദി അവർക്ക് അവിടുത്തെ ഭാര്യയാവുന്നതിൽ ആഗ്രഹമുണ്ട്, ഒരു സന്തോഷം അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു വിവാഹം അന്വേഷിക്കാനുള്ള ഈ പറഞ്ഞതിലൊക്കെ യാഥാർത്ഥ്യം എത്രത്തോളം അറിയില്ലല്ലോ. അന്വേഷണത്തിന് വേണ്ടി ജാഫർ തങ്ങൾ പാപ്പയെ ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് ഇപ്പൊ നിലവിൽ പ്രസന്റ് ഇട്ടാ. ഇങ്ങനെ മൈമൂന ഉമ്മ റളിയല്ലാഹു അൻഹ ഉള്ളത് നിലവിൽ ഇവിടെയാണ്. ഇത് മൈമൂന ഉമ്മയുടെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന കെട്ടിനകത്തായിരുന്നു മൈമൂന ഉമ്മയുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ മൈമൂന ഉമ്മ ഇവിടെ നിൽക്കുന്നു. ആരംഭപ്പുവായ തങ്ങളും സ്വഹാബത്തും പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് അവിടെ ദർസാണ് നോക്കാം. ഈ സമയത്ത് ജാഫർ തങ്ങൾ പാപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി അന്വേഷിക്കാൻ വേണ്ടി. ആ സമയത്തായിരുന്നു പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയത്. ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദുനിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയെ അങ്ങയിലേക്ക് ആരെങ്കിലും അങ്ങയിലേക്ക് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നാൽ അങ്ങ് അതിനെ സ്വീകരിച്ചോളൂ എന്നുള്ള ഒരു ആയത്താണ്, ആശയം വരുന്ന ആയത്ത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങി എന്നുള്ളത് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് മൈമൂന ഉമ്മ അറിയുകയുണ്ടായി. ഇത് കേട്ട ഉടനെ മൈമൂന ഉമ്മ നേരെ ഒരു ഒട്ടകത്തിൽ അങ്ങ് കയറി വേഗം പോയി ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭപ്പൂവിന്റെ അടുത്ത് ചെന്ന്, മുത്ത് എവിടെയുള്ളത്? പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്താണുള്ളത്. മുത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ ഈ ഒട്ടകത്തെയും ഒട്ടകത്തിലുള്ളതിനെയും അങ്ങിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതായത് ഒട്ടകത്തെയും സമർപ്പിക്കുന്നുണ്ട്, ഒട്ടകത്തിലുള്ളത് ആരാ എന്താ ഒരു പ്രകാശം പൂരിതമാവാത്ത ഒരു വിവാഹം നടക്കാൻ പോണേ. അവൻ മൈമൂന ഉമ്മയെ എന്തായി സ്വന്തം ഒട്ടകത്തിലുള്ളതിനെയും അങ്ങയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒട്ടകത്തെയും ഒട്ടകത്തിലുള്ളതിനെയും അങ്ങയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഓൾറെഡി പരിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങി. മൈമൂന ഉമ്മ അങ്ങനെ പറയുകയും ചെയ്തല്ലോ. അങ്ങനെയായിരുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈമൂന ഉമ്മയെ വിവാഹം ചെയ്യലുണ്ടായത്. മൈമൂന ഉമ്മയെ വിവാഹം ചെയ്യുമ്പോൾ 500 ദിർഹമാണ് ഹബീബ് മഹറായി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ അവരുടെ രാത്രികൾ കൂടിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പല നിമിഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹബീബും മൈമൂന ഉമ്മയും കൂടെ വീട് കൂടിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ആരംഭപ്പോ എത്രമാത്രം സന്തോഷിച്ച മഹത്വമുള്ള ഇടമാണിത്. മൈമൂന ഉമ്മ ആഗ്രഹം പറഞ്ഞു, അതേ മൈമൂന ഉമ്മക്ക് അവസരം അല്ലാഹ് കൊടുത്തു അല്ലേ? അപ്പൊ എത്ര വലിയ ഭാഗ്യവതി ആയിരിക്കും. കാരണം ഹബീബിന്റെ ഒരു ഭാര്യ ആവണമെങ്കിൽ സാധാരണക്കാർക്ക് എന്തായാലും കഴിയില്ലല്ലോ. ആ മൈമൂന ഉമ്മ ഹയാത്തുള്ള ജീവിക്കുന്ന കാലത്ത് നല്ല ശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ടല്ലേ. അപ്പൊ മൈമൂന ഉമ്മ ആഗ്രഹിച്ച പോലെ മൈമൂന ഉമ്മക്ക് ആരംഭപ്പുവായ തങ്ങളുടെ ഭാര്യയാവാൻ കഴിഞ്ഞു. അങ്ങനെ അവർ വീട് കൂടിയ സ്ഥലമാണിത് എന്ന് മാത്രമല്ല, മൈമൂന ഉമ്മാന്റെ പ്രത്യേക ഒരു വീക്ക്നെസ് എന്നാൽ ഓരോ ഭാര്യമാർക്കും അവരെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. ഹബീബിന്റെ ഓരോ ഭാര്യമാരും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു. അതായത് ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് വലിയ അയല മർത്തബിലായിരുന്നു. ഖദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഉമ്മ സഹോദരി എല്ലാം കൊടുത്തിരുന്നു. ഇതുപോലെ മൈമൂന ഉമ്മയുടെ ഫേവറേറ്റ് ഡ്യൂട്ടി ഹബീബിനെ സന്തോഷിക്കാൻ എന്തൊക്കെ ചെയ്യണം ഒക്കെ ചെയ്യും. മുത്തിന് ഇഷ്ടമുള്ള എന്തൊക്കെയോ ചെയ്യണം അതൊക്കെ ചെയ്യാം, കണ്ടറിഞ്ഞ് ചെയ്യാം. ഇതായിരുന്നു ഒരിക്കൽ ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം. മൈമൂന ഉമ്മയും തങ്ങളും കൂടെ വീട് കൂടിയ സമയത്ത് ഇവിടുന്ന് രാത്രി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അന്ന് ഇതൊന്നുമില്ല, ഇവിടെ കൂരിട്ടല്ലേ. അങ്ങനെ പുറത്തുപോയി തങ്ങൾ കുറച്ചു നേരം വരുന്ന കാണുന്നില്ല. തിരിച്ചു കുറച്ച് നേരം വൈകിട്ടാ വന്ന് തങ്ങളോട് ചോദിക്കാം, മൈമൂന ഉമ്മ ഒരു തമാശ എനിക്ക് അല്ല, ഏടെയായിരുന്നു പോയത്, മറ്റേ പെണ്ണുങ്ങൾക്ക് പോയതായിരുന്നു. അതായത് അവർ തമ്മിലുള്ള ഒരു ബന്ധം, ആ ദൃഢമായ ബന്ധം അതായിരുന്നു. ആരംഭപ്പോ പറഞ്ഞു, ഇല്ല മൈമൂന, ഒരിക്കലും ഞാൻ അനീതി ചെയ്യില്ല എന്ന്. അങ്ങനെ മൈമൂന ഉമ്മ വഫാത്താവാൻ നേരത്തെ മൈമൂന ഉമ്മ വസിയ്യത്ത് ചെയ്തു, ഞാൻ എൻ്റെ ഹബീബുമായി വീട് കൂടിയ സ്ഥലത്തായിരിക്കണം എന്നെ ഖബറടക്കം ചെയ്യേണ്ടത്. അങ്ങനെ മൈമൂന ഉമ്മയുടെ വസിയ്യത്ത് കാരണം കൊണ്ടാണ് മൈമൂന ഉമ്മയുടെ വീടുണ്ടായിരുന്ന ഇതേ സ്ഥലത്ത് മൈമൂന ഉമ്മയെ ഖബറടക്കം ചെയ്തത്. അപ്പൊ അത്ര വലിയ ഭാഗ്യമുള്ള സ്ഥലമാണ് ഈ മണ്ണ്. അത്ര വലിയ ഭാഗ്യം ലഭിച്ച മഹദിയാണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെയുള്ള മഹദിന്റെ നിങ്ങൾ പോകുമ്പോ അസ്സലാമു അലൈക്കും പോയാൽ മതിയോ?
മദീന അവിടൊക്കെ നമ്മൾ ശരിക്കും വന്നിട്ടുണ്ട്. ഞാൻ ദ്വാരത്തിന്ന് പോകണം, സമയം കുറവായതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. അർഹമുർ റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ഈ സിയാറത്ത് കബൂലാക്കണേ അല്ലാ. അല്ലാ, സാധുക്കളായ ഞങ്ങള് ഉമ്മാന്റെ ദർബാറിൽ വന്നത് ഞങ്ങളൊക്കെ ജീവിതം ഒന്ന് ഖൈറിലാവുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. റബ്ബേ കബൂലാക്കണേ അല്ലാ. സാധുക്കളായി ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹദി അവരുടെ ദർബാർ സിയാർ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയം സംശുദ്ധമാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളെ ജീവിതം സംശുദ്ധമാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബ് വന്ന മണ്ണാണല്ലോ റബ്ബേ, ഹബീബിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണ്, ബറക്കത്താക്കപ്പെട്ട മണ്ണാണ്. സാധുക്കളായി ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും മുഴുവൻ കാര്യങ്ങളിലും ഖൈർ നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിൽ ബറക്കത്തിനെ ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ മക്കള് വിവാഹപ്രായം എത്തിയവരുടെ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, സുഖമില്ലാത്തവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകണേ അല്ലാ. ഞങ്ങൾ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളിൽ ഉംറയുള്ള പിഞ്ചോമലകളായ കുട്ടികളുണ്ട്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുവേ, അവരുടെയൊക്കെ ജീവിതത്തിലെ സ്നേഹം പോലെ ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ, സാധുക്കളായി ഞങ്ങൾക്ക് മരണപ്പെടുമ്പോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിനോടുള്ള ഹുബ്ബ് വരാൻ ഈ ദർബാർ സിയാർ ഒരു കാരണമാക്കണേ അല്ലാ. മദീനയിൽ ചെല്ലുമ്പോ സാധുക്കൾക്ക് റൗള അനുകൂലമാവാൻ ഈ സിയാർ ഒരു കാരണമാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് റൗള അനുകൂലമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾ ഇന്ന് അകറ്റല്ല അല്ലാ. അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ അള്ളാന്റെ ഹറമാക്കല്ല അല്ലാ. ഈ മൈമൂന ഉമ്മയുടെ ദർബാർ അവസാനത്തെ സിയാറാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് തവണ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സാധുക്കളെ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ കൂട്ടത്തിൽ വന്ന പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരുടെയും ജോലികൾ ബറക്കത്തിനെ ചൊരിയണേ അല്ലാ. മക്കളെ പഠനങ്ങൾ ബറക്കത്തിന് ചൊരിയണേ അല്ലാ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഞങ്ങൾ കൂടെ ഉള്ള ഉമ്മമാർ, അല്ലാ ശിഫ നൽകണേ അല്ലാ. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. മദീനയിൽ വെച്ചുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരാക്കണേ അല്ലാ. ഈ ദർബാറെല്ലാം സിയാർ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് മദീനയിൽ മുത്തിന്റെ സ്വീകരണം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തണേ അല്ലാ. സാധുക്കളെ കബൂലാക്കണേ അല്ലാ. സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാക്കണേ അല്ലാ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീടുകൾ വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരുടെ കടങ്ങൾ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാ. ഞങ്ങളുടെ കൂടെ വന്ന ഉമ്മമാരുടെ പലരുടെയും ഭാര്യ ഭർത്താക്കന്മാർ ആറടി മണ്ണിലാണ്. ഞങ്ങൾ ഉപ്പാമാരുടെ പലരുടെയും ഭാര്യമാർ ആറടി മണ്ണിലാണ്. ഖബറിടം വിശാലമാക്കണേ അല്ലാ. എന്തെങ്കിലും അദാബുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സിയാറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ സാധുക്കളായി ഞങ്ങളും പോയി കിടക്കേണ്ടതാണല്ലോ ആറടി മണ്ണ്. അല്ലാ, കൂട്ടിനാരുമില്ലാത്ത ആ സമയത്ത് മഹദി അവറുകളെല്ലാം സിയാറത്ത് ചെയ്തത് ഒരു പ്രകാശമാക്കി തരണേ അല്ലാ. അല്ലാ, ഒരു പ്രകാശമാക്കണേ അല്ലാ. ഇനി ഞങ്ങളെ ജീവിതത്തിൽ ഒരു ഹറാമുണ്ടാക്കല്ല അല്ലാ. അല്ലാ, ഇനി ഞങ്ങളെ ജീവിതം പഴയതുപോലെ ആവുന്ന ഹതഭാഗ്യരെ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه. വലിയ ബറക്കത്തുള്ള മണ്ണാണ്. മുത്തായ തങ്ങൾ വന്ന മണ്ണെന്ന് പറഞ്ഞാൽ അത്ര ബറക്കത്തുള്ള സ്ഥലം ഇവിടെ